ചേട്ടാ നമസ്കാരം. കഴിഞ്ഞ കാലത്ത് ഒരുപാട് വീഡിയോകൾ രാഷ്ട്രീയ അവലോകനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോൺസൺ ചേട്ടൻ്റെ പല വീഡിയോകളും ഞാൻ കാണാൻ ഇടവന്നു. അപ്പോൾ അതിൽ വ്യക്തമായൊരു രാഷ്ട്രീയ നിലപാട് ജോൺസൺ ചേട്ടൻ ഉണ്ടെങ്കിലും വളരെയധികം പഠിച്ച് പറയുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം ഇനിയിപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ, അപ്പോൾ അതിലിപ്പം നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF-നാണോ, അതുപോലെ തന്നെ ഇനി പ്രതിപക്ഷത്തിരിക്കുന്ന UDF-നാണോ, അതായത് അതുപോലെ തന്നെ ശക്തമായ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ദേശീയ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലൊക്കെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന BJP-ക്കാണോ ഇനി ഇവിടെ ഒരു സാധ്യത നിലനിൽക്കുന്നത്? അതിനെപ്പറ്റി ജോൺസൺ ചേട്ടൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം. നമ്മളിപ്പോൾ ഒരു 12 ജില്ലയിൽ ഓരോ സാധ്യതകൾ, LDF-ൻ്റെ UDF-ൻ്റെ സാധ്യതകൾ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ LDF UDF എടുത്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഏകദേശം നമ്മൾ ഓരോരോ ജില്ലകളിൽ ഏതൊക്കെ ചാൻസുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതിന് മനസ്സിലായത് ഒരു BJP ആണ് ഇപ്പോൾ ഒരു മൂന്നാമത് നിൽക്കുന്ന ഒരു കക്ഷി. ആ കക്ഷി അവർക്കുള്ള സാധ്യത അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, അവർ ശക്തമായി നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കുക. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് നിന്ന് മത്സരിച്ച പോലെ നല്ല സ്ഥാനാർത്ഥികൾ നിർത്തി മത്സരിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏതൊക്കെ മണ്ഡലത്തിൽ എങ്ങനെയൊക്കെ അട്ടിമറി വിജയം നേടാം എന്നുള്ളതിന് ഒരു സൂചനയായിട്ട് ചില മണ്ഡലങ്ങൾ അവരുടെ വോട്ട് കണക്ക് ഞാൻ പറയാം. അത് എൻ്റെ ഒരു കാൽക്കുലേഷനാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത് തന്നെ നമുക്ക് സാധ്യതയായിട്ട് കാണുന്ന ഒന്ന് നേമം. അവിടെ ആവറേജ് ഒരു 52,000 വോട്ടുണ്ട്. വട്ടിയൂർക്കാവ് ഒരു 50,000 വോട്ട് ഫിക്സഡ് ആയിട്ടുണ്ട് അവിടെ BJP. പിന്നെ മഞ്ചേശ്വരം ഒരു 57,000 വോട്ട്. കാസർഗോഡ് 50,000 വോട്ട്. തിരുവനന്തപുരം ഒരു 43,000 വോട്ട്. കഴക്കൂട്ടം 46,000 വോട്ട്. പാലക്കാട് ഒരു 42,000 വോട്ട്. ഊഞ്ഞാറ് ഒരു 30,000 വോട്ട്. ഈ മണ്ഡലങ്ങളിലൊക്കെ ശരിക്കും വന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി മികച്ചതാണെങ്കിൽ അട്ടിമറി വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളാണ്. പിന്നെ ആറ്റിങ്ങൽ 40,000 വോട്ട്. പാറശാല 43,000 വോട്ട്. വർക്കല 35,000 വോട്ട്. നെയ്യാറ്റിൻകര 33,000 വോട്ട്. കുട്ടനാട് 33,000 വോട്ട്. ചെങ്ങന്നൂർ 38,000 വോട്ട്. മലമ്പുഴ 45,000 വോട്ട്. മണലൂർ 37,000 വോട്ട്. നാട്ടിക 40,000 വോട്ട്. ഇരിഞ്ഞാലക്കുട 36,000 വോട്ട്. പുതുക്കാട് 40,000 വോട്ട്. കാഞ്ഞിരപ്പള്ളി 37,000 വോട്ട്. തിരുവല്ല 35,000 വോട്ട്. ആറന്മുള 40,000 വോട്ട്. കോന്നി 37,000 വോട്ട്. അടൂർ 37,000 വോട്ട്. തൃശ്ശൂർ 35,000 വോട്ട്. അപ്പോൾ ഈ 35,000, 37, 40 എന്നൊക്കെ റേഞ്ചിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നല്ല നമ്മൾ സുരേഷ് ഗോപിയോട് നിർത്തിയപ്പോൾ നമ്മൾ കണ്ടു നമ്മുടെ എല്ലാ കണക്കുകളോടും തെറ്റിച്ചുകൊണ്ടാണ് വോട്ട് വർദ്ധിച്ചത്. അപ്പോൾ ഒരു നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒരു 15,000 വരെ വോട്ടുകൾ വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരു 25 മണ്ഡലം, ഈ 25 മണ്ഡലത്തിൽ 25 മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളെ കിട്ടുകയാണെങ്കിൽ ഇതിൽ എന്തായാലും 8-10 സീറ്റ് വരെ ഉറപ്പായിട്ട് പിടിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടെന്നാണ് ഇന്നത്തെ രാഷ്ട്രീയ സാധ്യത. അതെ, ഇപ്പോഴത്തെ സാധ്യത എന്താണെന്ന് വെച്ചാൽ നിലവിൽ അവരുടെ അടിസ്ഥാന ബേസ് വോട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പിടിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി വേണം. കാരണം നമ്മൾ ഇവിടെ കേരളത്തിൽ നിലവിലുള്ള നേതൃത്വത്തിലുള്ള ആളുകൾ ഇറക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ സീറ്റ് നമുക്ക് കിട്ടും ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു 5,000, 10,000, 15,000 വോട്ട് പിടിക്കാൻ പറ്റുന്നു. അപ്പോൾ തന്നെ നമ്മളൊരു 25 മണ്ഡലങ്ങളിൽ ഈ ഒരു 15,000, 5,000, 10,000 വോട്ട് പിടിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു അട്ടിമറി തന്നെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊരു കാൽക്കുലേഷൻ പറഞ്ഞെന്ന് മാത്രം. ഇതാണ് ഇതിനെപ്പറ്റി ഈ കാര്യത്തിൽ പറയാനുള്ളത്. എന്താണ് ഇതിനെപ്പറ്റി ചോദിക്കാനുള്ളത്? കാൽക്കുലേഷൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എന്ത് സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജോൺസൺ കണ്ടുപിടിച്ചത്? നമ്മൾ കാലങ്ങളായിട്ട് നമ്മളൊരു 40-45 വർഷമായിട്ട് സ്ഥാപനം നടത്തുന്ന ആളാണ്. നമ്മൾ ഇന്ത്യയിൽ മുഴുവനും കേരളത്തിൽ മുഴുവനും സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്, ചരക്ക് തരുന്ന ആളുകൾ, ചരക്ക് കൊടുക്കുന്ന ആളുകൾ,
ഇവരെല്ലാ ജില്ലകളിലും എല്ലാ നാട്ടിലും നമ്മളായിട്ട് കണക്ഷനുണ്ട്. അപ്പോൾ നമ്മളെല്ലാ ജനങ്ങളായിട്ട് ഓരോ എപ്പോഴും അവരായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊതുവെ രാഷ്ട്രീയ വിഷയങ്ങൾ അവരുടെ അടുത്ത് ചർച്ച ചെയ്തു. അപ്പം നമ്മൾ ഓരോ ജാതി, ഓരോ മത, ഓരോ തരത്തിലുള്ള ജോലിക്കാരുടെ അടുത്ത്, സെയിൽസ്മാൻമാരുടെ അടുത്ത്, അവരെ മുതലാളിമാരുടെ അടുത്ത്, പല തരത്തിലുള്ള ആളുകളുടെ അടുത്ത് നമ്മളിങ്ങനെ എല്ലാ മേഖലയിലുള്ള ഓരോരുത്ത് സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതുണ്ട്. നമ്മളൊരു ചോറ് നമ്മളൊരു വെന്തോന്ന് അറിയാൻ വേണ്ടി എല്ലാ ചോറും നമ്മൾ നെക്കി നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സെയിൽസ്മാൻ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ അയാൾ എല്ലാ സ്ഥലത്തും പോകുന്ന ആളാണ്. അപ്പോൾ അയാളൊരു ദിവസം ഒരു 10-30 സ്ഥാപനങ്ങൾ പോകുന്നു. അപ്പോൾ അയാളുടെ ഉള്ളിലൊരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷനാണ് നമ്മൾ ചോദിച്ച് അറിയുക. അത് കേരളത്തിൽ മുഴുവൻ, അത് ഇന്ത്യയിൽ മുഴുവൻ സ്ഥലങ്ങളിൽ നമ്മൾ കാലങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മളത് എപ്പോഴും ഇവിടെ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ജില്ലയിലെ അവസ്ഥകൾ. പിന്നെ ഓരോ ഇലക്ഷന് വരുമ്പോൾ അടിസ്ഥാന വോട്ട് നോക്കും. നമ്മൾ ഈ സാമുദായിക സംഘടനകളുടെ പിൻബലമില്ലാതെ കിട്ടുന്ന വോട്ട്, നമ്മൾ NSS, SNDP, സമസ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഇത്തരം ആളുകളുടെ പിന്തുണ ഇല്ലാതെ കിട്ടുന്ന വോട്ട്, ഇതാണ് അടിസ്ഥാന ബേസ് വോട്ട്. അതെന്ന് വെച്ചാൽ LDFന് ഒരു 100 ആളിൽ 25 ആൾ, UDFന് 100 ആളിൽ ഒരു 25 ആൾ, BJPക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 ആൾ. ഇതാണ് റെഡി പൊസിഷൻ. ഇവർ 65 ആളുടെ വോട്ടിങ് കഴിഞ്ഞു. ബാക്കി ഒരു 10-15% സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ നമ്മളെ 140 മണ്ഡലത്തിലും ഓരോ സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ ജാതി മതം നോക്കിയിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികൾ നിർത്തുന്നത്. അപ്പോൾ ഈ സ്ഥാനാർത്ഥികളെ നിർത്തി വരുമ്പോൾ ഇത്തരം വിഷയങ്ങൾ കൊണ്ട് എന്താ പറയുക, ഒരു 5-10% വോട്ടിൽ ചേഞ്ച് വരും. അപ്പോൾ നമ്മൾ ഈ അടിസ്ഥാന വോട്ടിനെ പറ്റി പറഞ്ഞത്. ഇനി സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ഈ സാമുദായിക സംഘടനകളുടെ മാറ്റം, പിന്നെ അതാത് സമയത്ത് പ്രത്യേക ഏതെങ്കിലും വിഷയം കൊണ്ട് ചെറിയ ചേഞ്ചസ് വരും. പക്ഷെങ്കിലും അടിസ്ഥാന ബേസായിട്ട് ഇങ്ങനെയാണ് വോട്ടിനെ കണക്കുന്ന ആ രീതി വെച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇതാണ് സാധ്യത. അപ്പോൾ ഭീഷണശാലികളായ മിടുക്കന്മാരായ ചെറുപ്പക്കാർ BJP സ്ഥാനാർത്ഥികളായിട്ട് വരികയാണെങ്കിൽ മൊത്തം എത്ര സീറ്റ് കിട്ടുന്നതാണ് പറഞ്ഞിരുന്നത്? അല്ല, നമ്മള് പ്രകാരം നമ്മളൊരു കാൽക്കുലേഷനിൽ എത്ര സീറ്റ് കിട്ടുന്നതാണ് പറഞ്ഞിരുന്നത്? അല്ല, 7 സീറ്റ് വരെ പിടിക്കാനുള്ള പൊസിഷൻ ഓൾറെഡി ഇപ്പം ഉണ്ട്. 7 സീറ്റ് പിടിക്കാൻ പറ്റുന്ന പൊസിഷൻ ഉണ്ടെന്ന് റണ്ണിങ്ങിൽ BJP നോർമലി അവസ്ഥയിൽ പിടിക്കാൻ പറ്റും. പക്ഷെ അത് ഈ നേതാക്കൾ ഒരു പ്രശ്നം എന്ന നിലയിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് തോൽക്കുന്ന സ്ഥാനാർത്ഥിനെ നിർക്കുകയും തോൽക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് ജയിക്കുന്ന സ്ഥാനാർത്ഥി നിർത്തുന്നതാണ് ഇത്രയും കാലമായിട്ട് കേരളത്തിൽ. ജയിക്കുന്ന സ്ഥലങ്ങളിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ തയ്യാറാണെങ്കിൽ ഒരു 7 സീറ്റ് ഉറപ്പായിട്ട് കിട്ടാനുള്ള പൊസിഷൻ ഇന്നത്തെ രാഷ്ട്രീയ സാധ്യതയിൽ കേരളത്തിലുണ്ടെന്നാണ് നമ്മളുടെ അടിസ്ഥാന വോട്ട് കണക്ക് വെച്ച് നമുക്ക് മനസ്സിലായുള്ളൂ. ഇനി സാമുദായിക സംഘടനകളുടെ നീക്കങ്ങൾക്ക് അനുസരിച്ച് മാറ്റം. അങ്ങനെ NSS ഒരു തീരുമാനമെടുക്കുമ്പോൾ SNDP അതിന് എതിരായി നിലപാടെടുക്കും. അല്ലെ സമസ്ത എടുക്കുമ്പോൾ സമസ്തയിലൊരു ഭാഗം എതിരായിട്ട് വരാം. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ്. യാക്കോബറ്റ്സ് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഓർത്തഡോക്സ് എതിരായിട്ട് വരും. സുറായി ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ക്രിസ്ത്യൻ കത്തോലിക്ക് ഇപ്പുറത്ത് വരും, ലത്തീൻ ഇപ്പുറം. അപ്പോൾ ഈ സമുദായ സംഘടനകളെ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കഴിവുള്ള സ്ഥാനാർത്ഥികൾ വരികയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സക്സസ് ആയി വരും. കറക്റ്റായില്ലെങ്കിൽ ഇതൊക്കെ പാളിപ്പോയിരുന്നു. കാരണം ഓരോ മണ്ഡലത്തില് നമ്മൾ സ്ഥാനാർത്ഥിനെ നിൽക്കുമ്പോൾ അതാത് സാമുദായിക സംഘടനകളുടെ ഘടനകൾ ഇത്തരം കാര്യങ്ങളുണ്ടെന്ന്, ഇത്തരം കാര്യങ്ങളൊക്കെ അശ്രദ്ധയിൽ ചെയ്യുന്ന സമയങ്ങളിലാണ് ഇതൊക്കെ പാളിപ്പോകുന്നത്. കാരണം ഒരു എന്തൊക്കെ രാഷ്ട്രീയം പറഞ്ഞാലും നമ്മുടെ കേരളത്തിൽ ഒരു പരിധി വരെ ഈ ജാതിയും മതവും കാര്യങ്ങളൊക്കെ അറിയാതെ നമ്മൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 10-15% വോട്ടിനെ സ്വാധീനിക്കാൻ പറ്റുന്നു. അതും കൂടി മനസ്സിലാക്കിയിട്ട് സ്ഥാനാർത്ഥി നിർണയങ്ങൾ നടത്തിയാലാണ് ഇത് വിജയിക്കുള്ളൂ. ഓക്കെ, മൊത്തത്തിൽ പറഞ്ഞു വരുന്നത് BJPക്ക് ഒരു സാധ്യത വളരെ കൂടുതലാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച്. 25 സീറ്റിൽ ശരിക്കും അവർക്ക് മത്സരിച്ച് ജയിക്കാം, നേടാൻ പറ്റുന്ന. അതിൽ 7 സീറ്റ് വരെ ഉറപ്പിച്ച് വേണമെങ്കിൽ കളിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാന വോട്ട് ബേസ്. പിന്നെ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഓക്കെ, ശരി ജോൺസൺ.